ഗുഡ് മോർണിംഗ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 15ാമത്തേതാണ്. കഴിഞ്ഞ 14ലും 13ലും പഠിച്ചിട്ടുള്ള വ്യത്യസ്ത ചിഹ്നങ്ങളുള്ള രണ്ട് സംഖ്യകളുടെ തുക കാണുന്നത് സങ്കലന വിപരീതവും. ഇത് രണ്ടും കൂടെ ചേർന്ന് നമ്മൾ മൂന്നാമത്തെ ക്ലാസ് പഠിക്കുന്നത്. അപ്പോൾ മൂന്നാമത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് സബ്ട്രാക്ഷൻ. വ്യവകലനം. അപ്പോൾ ഈ ഇന്നത്തെ ക്ലാസ്സിനകത്ത് രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം കാണുക, കുറയ്ക്കുക, അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് സങ്കലന വിപരീതം പഠിച്ചു. അതിൻ്റെ മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ വ്യത്യസ്ത ചിഹ്നങ്ങളുള്ള രണ്ട് സംഖ്യകൾ തമ്മിൽ തുക കാണാൻ പഠിച്ചു. അപ്പം അത് തന്നെയാണ് നമ്മൾ മൂന്നാമത്തെ ക്ലാസ്സിലൂടെ വരുന്നത്. പക്ഷേ ഇവിടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയിൽ നിന്ന് മറ്റു സംഖ്യ കുറയ്ക്കുകയാണ് ചെയ്യുക, തുക കാണുകയല്ല ചെയ്യുന്നത്. അപ്പോൾ കുറയ്ക്കുന്ന സംഖ്യയുടെ എങ്ങനെയാണ് സങ്കലന വിരുദ്ധമായിട്ട് കണക്റ്റഡ് ആവുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നോക്കാം. ഇവിടെ 8 - 3 നമുക്കറിയാം. 8ൽ നിന്ന് 3 പോയാൽ 5 കിട്ടുന്നത്. ശരിയാണ്. ഒരു വലിയ സംഖ്യയിൽ നിന്ന് 3 സംഖ്യ കുറച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ കൊച്ചുകളിൽ പറയുന്ന പോലെ 8 വിരലെടുത്തിട്ട് അതിൽ നിന്ന് 3 കുറച്ചാൽ നമുക്ക് 5 കിട്ടും. അപ്പോൾ 8ൽ നിന്ന് 3 കുറച്ചാൽ 5 കിട്ടും. എന്നാൽ തിരിച്ച് നമ്മൾ 3 - 8 എന്ന് എഴുതിയാൽ 5 ആണോ എന്നുള്ളതാണ്. 3 - 8 ഒരിക്കലും 5 അല്ല. അപ്പോൾ ഇത് തെറ്റാണ്. അപ്പോൾ അതെന്താണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ 8 - 3 എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചാൽ നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടും. അപ്പോൾ കാരണം നോക്കാം. 10 - 4 = 6. ശരിയാണ്. 8 - 3 = 5. 10 - 6 = 4. ഓക്കെ. ആദ്യത്തെ 8 - 3 എടുക്കാം. നമുക്കിവിടെ 8 - 3 സമം. ഇവിടെ നമ്മൾ വിഭജനം എന്നാ പറഞ്ഞില്ലേ, ഒരു സംഖ്യയിൽ നിന്ന് മറ്റു സംഖ്യ കുറയ്ക്കാൻ. അപ്പോൾ ഇവിടെ കുറയ്ക്കുന്നതിന് പകരം ഒരു നിയമമാണ് നമ്മൾ പാലിക്കുന്നത്. അതായത് 8ൽ നിന്ന്, അപ്പോൾ 8ന്റെ ചിഹ്നം എന്നാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ചിഹ്നമില്ല. 8ന്റെ ചിഹ്നം ഇവിടെ കാണിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം അത് പോസിറ്റീവ് ആണെന്നാണ്. അപ്പോൾ +8 മൈനസ് 3നും ചിഹ്നമില്ല എങ്കിൽ അതിന്റെ ചിഹ്നം പോസിറ്റീവ്. അടുത്ത് നോക്കാം. ഈ പോസിറ്റീവ് ഇട്ട് ഞാൻ അതേ കണക്ക് തന്നെ താഴ്ത്തു വെച്ചു. മൈനസ് പിന്നെ +3. ഇപ്പൊ ഇവിടെ 8ൽ നിന്ന് 3 കുറയ്ക്കാനാ, +3 കുറയ്ക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ കുറയ്ക്കുക എന്ന് പറയുന്നൊരു സംഭവം ഇവിടെ ഇല്ല. നമ്മളിവിടെ 8ൽ നിന്ന് +3 കുറയ്ക്കുക. അപ്പൊ +3 കുറയ്ക്കുന്നതിന് പകരം +3ന്റെ സങ്കലന വിപരീതം കണ്ടുപിടിക്കണം. അപ്പം +3ന്റെ സങ്കലന വിപരീതം എന്താണ്? -3. +3ന്റെ സങ്കലന വിപരീതം എന്താണ്? -3. അപ്പം +3ന്റെ സങ്കലന വിപരീതം എടുക്കുക. അതെന്താ? -. അത് ഇവിടെ നമ്മൾ മൈനസ് ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ സങ്കലന വിപരീതം എടുത്തപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ മൈനസ് സ്വാഭാവികമായിട്ടും പ്ലസ് ആയി മാറും. +3 -3 ആയി മാറും. അപ്പോൾ നോക്കിയേ, +8 പ്ലസ് -3. ഇത് നമുക്കറിയാം. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. രണ്ട് സംഖ്യകളുടെ ചിഹ്നങ്ങൾ വ്യത്യസ്തങ്ങളാണെങ്കിൽ കേവലവില വലുതിൽ നിന്നും കേവലവില ചെറുത് കുറച്ച് കേവലവില വലുതിന്റെ ചിഹ്നം കൊടുക്കും. അങ്ങനെ വരുമ്പോൾ 8ൽ നിന്ന് 3 പോയാൽ നമുക്ക് എത്ര കിട്ടും? 5 കിട്ടും. അപ്പോൾ വലിയ സംഖ്യ എന്ന് പറയുന്നത് 8 ആണ്. അപ്പം അതിന്റെ ചിഹ്നം പോസിറ്റീവ് ആണ്.
അപ്പോൾ പോസിറ്റീവ് വന്നാൽ സാധാരണ നമ്മൾ എന്താ ചെയ്യുക, പോസിറ്റീവ് എഴുതാറില്ല. അപ്പം 5. അപ്പോൾ ഞാനിതൊന്നുകൂടെ പറയാം. 8 - 3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്രയാണ്, 5 ആണ്. അതെങ്ങനെയാണ് കിട്ടുന്നത്? 8ന്റെ ചിഹ്നം പോസിറ്റീവ്, 3ന്റെ ചിഹ്നവും പോസിറ്റീവ്. അപ്പോൾ 8 പോസിറ്റീവ് 8 - പോസിറ്റീവ് 3. അപ്പോൾ 8ൽ നിന്ന് പോസിറ്റീവ് 1 കുറയ്ക്കുന്നതിനു പകരം കുറയ്ക്കേണ്ട സംഖ്യ ഏതാണോ പോസിറ്റീവ് 3 അതിന്റെ സങ്കലന വിപരീതം. പോസിറ്റീവ് 3ന്റെ സങ്കലന വിപരീതം -3 ആഡ് ചെയ്യണം ആദ്യ സംഖ്യയോട്. അപ്പോൾ പോസിറ്റീവ് 8നോട് -3 എന്ത് ചെയ്യുന്നു, കൂട്ടുന്നു. അങ്ങനെ കൂട്ടുമ്പോൾ നമുക്ക് എന്താ കിട്ടും നോക്കാം. 8ന്റെ ഇനം പോസിറ്റീവ്, 3ന്റെ ഇനം നെഗറ്റീവ് ആയതുകൊണ്ട് രണ്ട് സംഖ്യയുടെ ചിഹ്നങ്ങൾ വിപരീതങ്ങളാണ്, ഡിഫറൻറ്റ് സൈനാണ്. അതുകൊണ്ട് നമ്മൾ എന്താണ്, ഡിഫറൻസ് കാണും. അപ്പോൾ ഡിഫറൻസ് എന്താണ്, 8 - 3 = 5. വലിയ സംഖ്യയുടെ ചിഹ്നം പോസിറ്റീവ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പോസിറ്റീവ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ഇതാക്കി എഴുതിയാലും 5 തന്നെയാണ്. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ആൻസർ. അപ്പോൾ നമുക്കതിൽ 10 - 6 എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. -6 = 4. അതാണ് ആൻസർ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഇപ്പം നമ്മൾ ചെയ്തതുപോലെ നമുക്കൊന്ന് നോക്കാം. ഇവിടെ 10ന്റെ ചിഹ്നം എന്താണ്, പോസിറ്റീവ്. പോസിറ്റീവ് 10 മൈനസ് 6ന്റെ ചിഹ്നം ചിഹ്നം ഇല്ലാത്തതുകൊണ്ട് പോസിറ്റീവ് ആണ്. അപ്പോൾ 10ൽ നിന്ന് പോസിറ്റീവ് 6 കുറയ്ക്കണം. അപ്പോൾ കുറയ്ക്കുന്നതിന് പകരം ചിഹ്നം മാറ്റി കൂട്ടണം. അപ്പോൾ പോസിറ്റീവ് 10 അതേ കണക്ക് എഴുതി, മൈനസ് എന്നുള്ള പ്ലസ് ആവും. പോസിറ്റീവ് 6ന്റെ സങ്കലന വിപരീതം, പോസിറ്റീവ് 6ന്റെ സങ്കലന വിപരീതം എന്താണ്, -6. അപ്പോൾ -6 നമ്മളെന്തെയും ആഡ് ചെയ്യും. അപ്പോൾ 10ന്റെ ചിഹ്നം പോസിറ്റീവ്, 6ന്റെ നെഗറ്റീവ്, രണ്ടും കൂടെ കൂട്ടുന്നതിന് പകരം നമ്മൾ എന്താ ചെയ്യുന്നത്, വ്യത്യസ്ത ചിഹ്നങ്ങളായതുകൊണ്ട് വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം. അപ്പോൾ 10 - 6 പോയാൽ 4. വലുതിൻ്റെ ചിഹ്നം പോസിറ്റീവ്, അത് തന്നെ എന്താണ്, പോസിറ്റീവ് 4. ഇത് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് തിരിച്ച് വേറെ ഉദാഹരണം നോക്കാം. അപ്പോൾ നമ്മൾ 10 - 6 = 4 എന്നാണ് എഴുതിയത്. ഇത് തിരിച്ച് നമ്മൾ 6 - 10 എന്ന് എഴുതിയാൽ എന്താണ്, 6 - 10 ചോദ്യമാണ്. 6 - 10 ഇത് 10 - 6 ആണെങ്കിൽ 4 ആയിരിക്കും എന്ന് നമുക്ക് തോന്നാം. പക്ഷെ നോക്കാം നമുക്ക് എന്താണ്. അപ്പോൾ 6 - 10 6ന്റെ ചിഹ്നം പോസിറ്റീവ്, പോസിറ്റീവ് 6 മൈനസ് 10ന്റെ ചിഹ്നം പോസിറ്റീവ്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് 6ൽ നിന്ന് പോസിറ്റീവ് 10 കുറയ്ക്കണം. പോസിറ്റീവ് 10ന്റെ സങ്കലന വിപരീതം എന്താണ്, -10. പോസിറ്റീവ് 10ന്റെ സങ്കലന വിപരീതം -10. അത് ആഡ് ചെയ്യണം, കൂട്ടണം. അപ്പം മൈനസ് എന്തായി മാറും, പ്ലസ് ആയി മാറും. പോസിറ്റീവ് 10 എന്തായിട്ട് മാറും, -10. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 6ന്റെ എണ്ണം പോസിറ്റീവ്, 10ന്റെ എണ്ണം നെഗറ്റീവ്. അപ്പോൾ രണ്ട് സംഖ്യകളുടെ ചിഹ്നങ്ങൾ വിപരീതങ്ങളായതുകൊണ്ട് വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം. അപ്പോൾ 10 - 6 = 4. ഏറ്റവും വലിയ സംഖ്യ 10, 10ന്റെ ചിഹ്നം മൈനസ്, അത് നെഗറ്റീവ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഒരു ഉദാഹരണം കൊടുക്കാം. -20 മൈനസ് +3 സമം 20ന്റെ ഇനം നെഗറ്റീവ്, 3ന്റെ ഇനം പോസിറ്റീവ്. അപ്പോൾ ഇവിടെ നമ്മൾ അത് -20 എഴുതി. പോസിറ്റീവ് 3ന്റെ സങ്കലന വിപരീതം -3. അപ്പോൾ ഇതിനോട് കൂട്ടണം. അപ്പം മൈനസ് എന്തായി മാറും, പ്ലസ് ആയി മാറും. അപ്പം -3 സമം രണ്ട് സംഖ്യകളുടെ ചിഹ്നങ്ങൾ എന്തൊക്കെയാണ്, ഒരുപോലെയാണ്. നമ്മൾ നേരത്തെ പഠിച്ചു, രണ്ട് സംഖ്യകളുടെ ചിഹ്നങ്ങൾ ഒരുപോലെയുള്ളതാണെങ്കിൽ, സെയിം സൈൻ ആണെങ്കിൽ രണ്ട് സംഖ്യയും കൂട്ടി
അതേ സൈൻ കൊടുക്കും. അങ്ങനെ വരുമ്പോൾ 23 23, രണ്ടിൻ്റെ ചിഹ്നം സെയിം. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കാൻ മടിക്കരുത്. താങ്ക് യു.